ഇന്നലെ വയനാട്ടിൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട സംഭവം ബ്രഹ്മഗിരി എത്ര വലിയ അഴിമതിയാണ്. ബ്രഹ്മഗിരിയിൽ കോടികൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അതിനെപ്പറ്റി ആരും സംസാരമില്ല. ഇത് ഭരണത്തിൻ്റെ തണലിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻ അഴിമതിയാണ്. ഇതിനെ ശക്തമായ നടപടികൾ ഉണ്ടായേ മതിയാവും. ഒരു സംശയവും ഈ കാര്യത്തിലില്ല. ശ്രീ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുപോലെ MLA പേരിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ പോലീസ് FIR ഇട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി അടക്കം തീരുമാനിക്കേണ്ടതില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി പോകണമെന്നൊരു സന്ദേശമാണ് ഇന്നത്തെ യോഗം. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു സിസ്റ്റമില്ല. നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോകുന്ന ഒരു രീതി കോൺഗ്രസിന് ഇല്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തീരുമാനം. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴച്ചതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അസ്വസ്ഥത പ്രകടിപ്പിച്ചുവെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സംസ്ഥാന നേതാക്കളോടാണ് ആ അസ്വസ്ഥത അസ്വസ്ഥത അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കൊക്കെ എവിടെ നീ വാർത്ത കിട്ടും? ഈ സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയും സോണിയാഗാന്ധി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാകുന്ന ശിവൻകുട്ടി ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കൽ പലരും ഫോട്ടോ എടുക്കാൻ വരും. അത്ര ബന്ധം. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ എത്ര പേര് ഫോട്ടോ എടുക്കും? അത് അവരെന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവുമോ? ഇതൊക്കെ വെറുതെ ആളുകൾ CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത്. ഈ പുറത്തു വന്ന ഫോട്ടോകൾ കോൺഗ്രസിന്റെ ഈ പ്രചാരണത്തിന്റെ മുന ഒടിച്ചിട്ടുണ്ടോ? ഒരു മുന ഒടിച്ചിട്ടില്ല. മുന നിങ്ങളുടെയൊക്കെ ഒടിയാൻ പോകുന്നത്, ഞങ്ങളുടെ ഒന്നും ഒടിയത്തില്ല. ഈ പ്രചാരണ മാധ്യമങ്ങളുടെ മുന ഒടിയും. ആവശ്യമില്ലാതെ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ് സോണിയാഗാന്ധി. ആരെല്ലാം ഇവിടെ വന്നെല്ലാം ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുക്കുന്നതിൽ അവരെല്ലാം എന്തെങ്കിലും കുറ്റം ചെയ്ത് അവരുടെ കുറ്റമാണ്. ഇതൊക്കെ ആര് വിശ്വസിക്കും? ഈ പ്രചാരണ സമിതി അധ്യക്ഷനാക്കും രമേശ് ചെന്നിത്തല എന്നൊക്കെയുള്ള ചില എനിക്കറിയാം. എന്നോടാരും പറഞ്ഞിട്ടില്ല. എവിടെ അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം 140 സീറ്റും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അത് പൂർത്തിയായാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് നമ്മൾ കടക്കും. 27-ാം തീയതി KPC പ്രസിഡന്റ് തന്നെ ഇലക്ഷൻ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അവിടെയാണ് സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ച ഉണ്ടാകും. സാർ, ഒരു കാര്യം, ഈ മഹാപഞ്ചായത്ത് വേദിയിൽ അപമാനമേറ്റു എന്നുള്ളൊരു പരാതി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അദ്ദേഹം ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തില്ല. തുടർന്ന് അങ്ങോട്ടും അദ്ദേഹം ലക്ഷ്യ ക്യാമ്പിൽ വെച്ച് തരൂരൊപ്പം ഉണ്ടാകുന്നുള്ളൊരു സന്ദേശം നൽകിയെങ്കിൽ പൂർണ്ണമായിട്ടും ശ്രീ ശശി തരൂർ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹം ഇന്നലെ വരാതിരുന്നത് പ്രതിഷേധിച്ചൊന്നുമല്ല, കോഴിക്കോട് മീറ്റിംഗാണ്. അദ്ദേഹത്തിന് നേരത്തെ ഏറ്റ ഒരു പരിപാടിയുള്ളത്. ശ്രീ ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമാണ്, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ഒരു പ്രശ്നം മാറി നിൽക്കരുതെന്നാണ് പറയുന്നത്. അദ്ദേഹം കൂടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ഉണ്ട്.